സേമിയ പായസത്തിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് സേമിയ, ഏകദേശം 700 ml പാല്, നെയ്യ് ആവശ്യത്തിന്, പിന്നെ പഞ്ചസാര അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഇടാം, റൈസിൻസ്, ഏലക്കായ ചതച്ചത്, കാഷ്നട്ട്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇഷ്ടമുള്ളവർക്ക് 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ഉപയോഗിക്കാം, അത് ഓപ്ഷണലാണ്. ഇനി നമുക്കിതിലേക്ക് സേമിയ ഇടാം. ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതൊരു ബ്രൗൺ നിറമാകുന്ന വരെ വഴറ്റിയാൽ മതി. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്കിതിലേക്ക് പാലൊഴിക്കാം. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. വേവുന്നത് വരെ തിളപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് ഏലക്കായ ചതച്ചതും നമ്മുടെ സേമിയ പായസം റെഡിയായി. ഇത് ചൂടോടെ ഉപയോഗിക്കാം, അല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും ഉപയോഗിക്കാം. Enjoy the recipe. If you like, don't forget to